2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്നിട്ടാണ് മത്സരിക്കുന്നത്. മുന്നണി എന്ന് പറയൂ പ്രിയ. അതെ, അവർ ഒരുമിച്ച് ജയിക്കാൻ പോവുകയാണ്. നിന്ന് കഴിഞ്ഞല്ലോ. ഇന്നലെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ എന്തായാലും നടന്നത്, നമുക്ക് അവിടെ 21 ആകപ്പാടുള്ളത് 53 സീറ്റിൽ 21 BJPക്കാണ്. അപ്പോൾ സിംഗിൾ ലാർജസ്റ്റ് കക്ഷി എന്നുള്ള നിലയിൽ നമ്മളുടെ ചെയർമാനും വൈസ് ചെയർമാനാണ് അഡ്വക്കേറ്റ് PL ബാബുവും രാധിക വർമ്മയുമാണ്. അപ്പോൾ ഇന്നലെയായിരുന്നു എല്ലാ സ്ഥലത്തും, അതായത് മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുപ്പ്. യഥാർത്ഥത്തിൽ നമുക്കാണ് അപ്പോൾ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കിട്ടേണ്ടത്, ഏറ്റവും അധികം നമുക്കാണ് മെമ്പർമാരുള്ളത്. പക്ഷേ എന്ത് ചെയ്തു ഇന്ത്യ മുന്നണി? ഇപ്പം നേരത്തെ പ്രിയൻ പറഞ്ഞ പോലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ ഒരുമിച്ച് തന്നെ നിന്ന് BJP പരാജയപ്പെടുത്തും എന്നുള്ളതിൻ്റെ ശക്തമായ തെളിവാണ് ഇന്നലെ തൃപ്പൂണിത്തുറയിൽ നടന്നത്. എല്ലാ സീറ്റിലും നമുക്ക് 21 വോട്ടും വീണു, അവർക്ക് 32, അവർ നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് 32 വോട്ടും വീണു. അതായത് 20-ഉം 12-ഉം, 12 UDF-ൻ്റെ, LDF-ൻ്റെ 20-ഉം, അങ്ങനെയാണ് 53 എന്ന് പറയുന്നത്. 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യം വിജയം കണ്ടെത്തി. അപ്പം നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഒരെണ്ണം നമുക്ക് തന്നെയാണ്. വൈസ് ചെയർമാനാണ് എപ്പോഴും എല്ലാ സ്ഥലത്തും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത് ഡെപ്യൂട്ടി മേയർ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് ചെയർമാനാണ്. അപ്പോൾ ശ്രീമതി രാധിക വർമ്മ ആദ്യമേ തന്നെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ബാക്കി 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഇന്ത്യ മുന്നണി പിടിച്ചടക്കി. നമ്മളെ ഓരോ സ്ഥലത്തും കാണുന്നില്ലേ എന്താണ് ഇവർ ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും BJPയെ ഒതുക്കി വയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ BJPയെ വിജയത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇവർ സഖ്യം ചെയ്യുകയാണ്. എന്നിട്ട് ഓരോരുത്തർക്കും പറയും എന്താണ്, കോഹ്ലി നമ്മളുടെ കോൺഗ്രസ്സുമായിട്ട് നമ്മൾ സഖ്യം ചേരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുമായിട്ട് നമ്മൾ സഖ്യം ചേരുന്നു. നമുക്കതിൻ്റെ ആവശ്യമില്ല പ്രിയ. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് പ്രിയ. ജനങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഓരോ തരത്തിൽ അവരുടെ മനസ്സിൽ വിഷം കുത്തി വെച്ചുകൊണ്ടാണ് ഇവരിയ്ക്കുന്നത്. പ്രിയനറിയാമോ, ഞാൻ ആദ്യം ഇലക്ഷൻ നിന്ന സമയത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ ആ അച്ഛനും അമ്മയും പുറത്തിറങ്ങി, വയസ്സായ അച്ഛനും അമ്മയാണ്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്നതാണ്. സ്ഥാനാർത്ഥിയായിട്ട് ഇന്നിപ്പോൾ അവർ വാതിൽ തുറക്കില്ല. നിങ്ങൾ വന്നാൽ ഞങ്ങൾ ഗ്യാസ് ചേമ്പറിലിടുന്നു. നമ്മൾ ചേട്ടൻ വാതിൽ തുറക്കും, ഇപ്പം ഞാൻ ഗ്യാസ് ചേമ്പറൊന്നുമായിട്ടല്ലോ വന്നേക്കുന്നത്. അങ്കിള് എല്ലാ ദിവസവും എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നതല്ലേ, എൻ്റെ കയ്യിൽ ഗ്യാസ് ചേമ്പറൊന്നുമില്ല. 2 പേരും ഒരു അഭ്യർത്ഥനയുള്ളൂ. പറഞ്ഞ് അങ്കിള് തുറന്നു. ആൻറ്റി വാതിൽ തുറന്നെന്നില്ല കേട്ടോ. നമ്മൾ BJP ഭരണത്തിൽ വന്നാൽ ഗ്യാസ് ചേമ്പർ ഇടുന്ന് പള്ളിയിൽ വിളിച്ചു ചൊല്ലിയെന്ന്. ഞാൻ കുറച്ച് നാൾ മുമ്പത്തെ കാര്യം പറഞ്ഞു, ഇലക്ഷനല്ല. അത് കഴിഞ്ഞൊരു വീട്ടിൽ പോയപ്പോൾ ഒരു പെൺകുട്ടി പറയാണ്, എനിക്ക് ആൻറ്റി ഭയങ്കര ഇഷ്ടമാണ്, ആൻറ്റി പഠിച്ച സെൻറ്റ് ജോസഫ് തന്നെയാണ് ഞാനും പഠിച്ചത്, എനിക്ക് വോട്ടുണ്ട്, പക്ഷേ ആൻറ്റി എനിക്ക് ബീഫ് കഴിക്കണം, അല്ലാണ്ട് പറ്റൂല. ആൻറ്റി പോയി 2 ബീഫ് കട്ട്ലറ്റ് മേടിച്ചുകൊണ്ട് വാ, എന്ന് ഞാൻ ആൻറ്റിക്ക് വോട്ട് ചെയ്യാം. നമ്മൾ നീ എൻ്റെ കൂടെ വാ. ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് മുഴുവനും ബീഫിൻ്റെ കാര്യങ്ങൾ. എൻ്റെ മക്കളും ഭർത്താവും, ഞാൻ വെജിറ്റേറിയനാണ് ബൈ ചോയ്സ്, ഫിഷ് കഴിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ കഴിക്കില്ല. എൻ്റെ വീട്ടിലേക്ക് വാ, ഇഷ്ടം പോലെ എന്തിനാ രണ്ടാക്കുന്നത്, ബീഫ് പൊരിച്ചത് വേണോ, ബീഫ് വറുത്തത് വേണോ, ബീഫ് തീയൽ വേണോ, എല്ലാം അവിടെ ഉണ്ട്, ശരിക്കും കഴിക്കും ആൻറ്റി. അപ്പം എൻ്റെ കൂടെ മൂത്ത മകനുണ്ടായിരുന്നു. അപ്പം ശ്രീഹരി മോഹന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞു. അപ്പോൾ ഈ ജനങ്ങളുടെ മനസ്സിൽ ഈ ഇലക്ഷനിൽ പോലും പള്ളിയിൽ ഞാൻ അറിയുന്നു അവർ പറഞ്ഞില്ല ആർക്ക് വോട്ട് ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ ഇടവകയിൽ നിന്നുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. വോട്ടിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അതൊന്ന് ഓർക്കണേ എന്നവർ പറഞ്ഞു എന്ന് കൃത്യമായി നമുക്ക് വിവരം കിട്ടി. പക്ഷേ സാധാരണക്കാരായ ക്രിസ്ത്യാനികളും എന്തിന്, ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു, പക്ഷേ ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു മുസ്ലിം വനിത എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പാവം രാമന് ഒരു രാജ്യമെങ്കിലും വേണ്ടേ? ഞങ്ങൾക്ക് 51 ഉണ്ട് മുസ്ലിംസിന്, ക്രിസ്ത്യൻസിന് അത് കൂടുതലുണ്ട്. നിങ്ങളുടെ പാവം രാമന് ഒരു രാജ്യമെങ്കിലും വേണ്ടേ? ഇവിടെ എന്ത് സുഖം, ഞാൻ തട്ടുവിട്ടിട്ടുണ്ടോ? ഞാനും എൻ്റെ മോളും കൂടി ഇരുന്ന് കളിക്കണു. ടോട്ടോ വെടികളെ പേടിക്കണ്ട, ഞാൻ ആരുടെയും ലൈംഗിക അടിമയാവണ്ട, എൻ്റെ മോളും ഞാനും നിങ്ങളെപ്പോലെ സുഖമായി ജീവിക്കുന്നു. ഭർത്താവ് പുറത്ത് എവിടെയോ ആണ്, കാർ ഓടിക്കുന്നു, അവൾ ഡാൻസ് പഠിക്കുന്നു, അവൾ സ്കൂളിൽ ടേബിൾ ടെന്നീസ് കളിക്കുന്നു, അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ ജോലിക്ക് പോകുന്നു. ഇത് മുഴുവൻ ഇട്ട് മറിച്ച് വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ടോട്ടോയും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, പുറത്തിറങ്ങാൻ പറ്റാതെ. പെൺകുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റില്ലോ. അങ്ങനെ ചിന്തിക്കുന്നൊരു മുസ്ലിം സമൂഹം കൂടിയുണ്ട്. പ്രിയൻ ചോദിച്ചു വന്ന ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയസാധ്യത കാണുന്ന എല്ലാ സീറ്റിലും, ഇപ്പം മന്ത്രി ശിവൻകുട്ടി വരെ പറഞ്ഞു അവിടെ നിൽക്കണ്ട, കാരണം നമ്മളവിടെ ജയിക്കുന്ന ഉറപ്പാണ്. ഓരോ
മന്ത്രിമാർ പുറത്തേക്ക് വന്ന് പറയുകയാണ് LDFൻ്റെ അല്ലെങ്കിൽ MLA മാർ ഞങ്ങൾക്ക് ഇത്തവണ സീറ്റ് വേണ്ട, ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം. അങ്ങനെയല്ലല്ലോ. ജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങൾ നിലനിർത്താനുള്ളൊരു ബാധ്യതയും കൂടി അവിടെ ഉണ്ടല്ലോ. മന്ത്രി ശിവൻകുട്ടിയെ പോലെ ശക്തനായ എപ്പോഴും LDFനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു നേതാവ് വന്നിട്ട് എനിക്ക് ഇത്തവണ മത്സരിക്കേണ്ട എന്ന് പരസ്യമായി പറയുകയാണെങ്കിൽ ഉടനെ തന്നെ ഗോവിന്ദൻ മാഷ് സഖാവ് ഇറങ്ങി അതിനെ ഡിഫെൻഡ് ചെയ്തു. പക്ഷേ എങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നു കഴിഞ്ഞു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP ചെയ്യേണ്ടത് ഓരോ വീടുകളിലും സമ്പർക്കം നടത്തി കാര്യങ്ങൾ പറയുക. ഇതാണ് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്, ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ നടപ്പാക്കി കഴിഞ്ഞു. ഉത്തർപ്രദേശിലൊക്കെ പോകുമ്പോൾ എന്തുമാത്രം പുരോഗമനം വന്നിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? പ്രിയ, തമാശ തോന്നുന്നില്ലേ? എല്ലാ ദിവസവും മുഖ്യമന്ത്രി മുഖത്തോടെ ഇങ്ങനെ വന്നിരുന്നു പറയും, ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കൂ, ഞങ്ങളതനുസരിച്ച് ഭരിക്കുന്നതാണ്. ഈ ടേം തീരാൻ 2 മാസം ബാക്കിയുള്ളപ്പോൾ എന്തഭിപ്രായം എപ്പോൾ അറിയിച്ചിട്ടാ? ഈ ജനങ്ങളൊന്നും അറിയിക്കാനായിട്ടാണോ? ഒരു വലിയൊരു ബെൻസ് വോൾവോ വണ്ടിയൊക്കെ എടുത്ത് ഒരു യാത്ര ചെയ്തപ്പോൾ ജനങ്ങളൊക്കെ എത്ര അറിയിച്ചു അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും. രാമവർമ്മ ക്ലബ്ബിലെ കൗൺസിലർ എന്ന നിലയിൽ എന്നെയും വിളിച്ചിരുന്നു. ഞാനും പോയി. ആൾക്കാർ പൊട്ടിക്കരഞ്ഞോണ്ട് പറയുന്നത് കേൾക്കാൻ സമയമില്ല, മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും സമയമില്ല. ഞങ്ങൾ കൗൺസിലർമാർ തന്നെ അവർ ചേർത്ത് പിടിച്ചു. അതൊക്കെ എന്ത് ചെയ്തു? അതിലെത്ര തീരുമാനം ഉണ്ടായി? അതൊക്കെ അവിടെ പെട്ടിയിൽ പൂഴ്ത്തി വെച്ചിട്ട് ഓരോ കളക്ടറേറ്റിലും ഓരോ കാര്യാലയത്തിലും പൂഴ്ത്തി വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് ലോകത്തൊരിടത്തും സംഭവിക്കാത്തതുപോലെ ഞങ്ങളുടെ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. കേൾക്കാൻ പോലും സമയമില്ല. ഈ 3 കോടി ജനങ്ങളെ 2 മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമോ? അല്ല, 1 മാസമല്ല, 1 മാസം കൊണ്ട് കവർ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മാർച്ച് ആദ്യ വാരത്തിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുക. ഇതൊന്നും കേട്ടെൻ്റെ പാവപ്പെട്ട ജനങ്ങളെ, അരിയാഹാരം കഴിക്കുന്ന ഏറ്റവും ബുദ്ധിയുള്ള ജനങ്ങളാണ് കേരളത്തിലെന്ന് പറയും. നമ്മളിതിലൊന്നും വീഴരുത്. പിന്നെയും 5 കൊല്ലം നമ്മളുടെ തല ഇവരുടെ കക്ഷത്തിൽ വച്ച് കൊടുക്കരുത്. ഒന്നും ചെയ്തില്ല. 10 കൊല്ലമായിട്ട് എന്ത് ചെയ്തു? പ്രിയനറിയാമോ? പ്രളയത്തിൻ്റെ 10,000 രൂപ കിട്ടാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് കാലിക്കറ്റിൽ അവിടെ ദുരിതത്തിലുണ്ടായ ആൾക്കാരുടെ വീടിൻ്റെ കോൺക്രീറ്റിങ്, ഇത്ര മനോഹരമായ കോൺക്രീറ്റിങ് എവിടെ നടക്കുന്നു? ജനങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു കാലിക്കറ്റിൽ നിന്ന്. ഇത്ര മനോഹരമായ കോൺക്രീറ്റിങ് കണ്ടിട്ടില്ല എന്ന് ഒരു വയസ്സായ അമ്മയൊക്കെ പറയാം. ഈ പ്രായമുള്ള എനിക്ക് പോലും അറിയില്ല കോൺക്രീറ്റ് എങ്ങനെയാണ് മനോഹരമാവുന്നതെന്ന്, അല്ലേ? കൊയ്ത്ത് ഈ പാടത്തെ വിളവിറക്കുന്ന സമയത്ത് വിത്തെറിയുന്നൊരു പരിപാടി. മുമ്പിൽ 2 കാളകൾ പോകും, പുറകിൽ ഇതിങ്ങനെ വഹിച്ചുകൊണ്ട്. അപ്പം നമ്മൾ കുട്ടികളും സ്ത്രീകളൊക്കെ ആ ചെളിയൊക്കെ ഉണ്ടല്ലോ, അതിലിങ്ങനെ ചവിട്ടി ഓടി നടന്നിരുന്ന ഒരു രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഇത്ര ആഹ്ലാദകരമായിട്ട് ഇത്രയും ഭംഗിയായിട്ട് കോൺക്രീറ്റിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. കോൺക്രീറ്റിൻ്റെ മുകളിൽ കയറി നിന്ന് ആൾക്കാർ ഇതുപോലെ ചെളിയിൽ നമ്മൾ ചാടിത്തുള്ളുന്ന പോലെ ചാടിത്തുള്ളുന്നുണ്ടോ? എനിക്ക് പറയാനുള്ളത്, മീഡിയ ഇത് ബ്ലോക്ക് ചെയ്യണം. കാരണം കണ്ട് ജനങ്ങൾക്കൊരു വല്ലാത്തൊരവസ്ഥയുണ്ടാകും. ഞാൻ അറിഞ്ഞത് ഏത് ഏജൻസിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ആ ഏജൻസി വഴി ധാരാളം രൂപ മീഡിയയ്ക്ക് പബ്ലിസിറ്റി ആയിട്ട് അവരുടെ പരസ്യങ്ങളായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മീഡിയ ഒബ്ലൈസ്ഡ് ആണ് ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്ന് അറിഞ്ഞു. അത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൂടെ ആയിരിക്കാം മീഡിയ ഇങ്ങനെ വന്ന് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ മുഖവിലക്കെടുക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് 3 മാസം ബാക്കി നിൽക്കുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം? 10 കൊല്ലം ഭരിച്ചില്ലേ പ്രിയ? നമ്മളൊന്നും തലയിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണോ? ഇനി എന്ത് അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? എന്തെങ്കിലും നടപ്പാകാൻ പോകുന്നുണ്ടോ? ഇത് വിശ്വസിച്ച് കുറേ പാവപ്പെട്ട ഒരു വയസ്സായ അച്ഛനിരുന്ന് കമ്പ്യൂട്ടറിൽ മൊബൈലിൽ എന്തോ കളിക്കുന്നു, വൈഫൈ കിട്ടുന്നു. ഒരു വയസ്സായ അമ്മൂമ്മ ഇരുന്ന് കമ്പ്യൂട്ടറിൽ കളിക്കുന്നു. ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങി. അതൊക്കെ ഈ 2 മാസം ബാക്കിയുള്ളപ്പോഴാണോ? ഫോണൊക്കെ വന്നതല്ലേ, പണ്ടേ വന്നതല്ലേ? ഇതൊക്കെ പറഞ്ഞ് വിഡ്ഢികളാവാണ്ട് നമ്മളുടെ 5 കൊല്ലം ഇവരുടെ കക്ഷത്തിൽ വെച്ച് കൊടുക്കാണ്ട് ഭരിക്കാൻ സുസ്ഥിരമായ ഭരണം കാഴ്ചവെക്കുന്ന ഉറപ്പുള്ള BJPക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഡബിൾ എൻജിൻ മെഷീനാണ്. ഈ ഇന്ത്യ മുഴുവൻ ഇപ്പം ഞാൻ നാളെ പോവാണ് വഡോദര, അഹമ്മദാബാദൊക്കെ സഞ്ചരിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക്, അവിടെ വരുന്ന പുരോഗമനങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് നന്നായി ജീവിക്കണ്ടേ? നമ്മുടെ ദ്വീപുകളൊക്കെ താണു പോവുകയാണ് പ്രിയ വെള്ളത്തിലേക്ക്.
4.25 കോടി രൂപ ഇപ്പോൾ സർബാനന്ദ് സോണോവാൾ താന്തോണി തുരുത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തും ബ്രിഡ്ജ് വരുന്നില്ല. ബ്രിഡ്ജ് വന്നത് പകുതി എയറിൽ തൂങ്ങിക്കിടക്കും. ഇവർ കൊടുക്കൂല, ഇൻറ്റൻറ്റ് വയ്ക്കൂല പ്രിയ. നമുക്ക് നന്നായി ജീവിക്കണമെങ്കിൽ സുസ്ഥിരമായൊരു ഭരണം വേണം. അതിന് ഈ ഇന്ത്യ മുന്നണിയെ ഒഴിവാക്കണം. ഇന്നലെ തന്നെ തൃപ്പൂണിത്തുറയിൽ കണ്ടില്ലേ എന്താ ഇവർ കാണിച്ച്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സഖ്യത്തെ മാറ്റി നിർത്തിയിട്ട് അവർ ആളുകളെ കയറ്റി വിടുകയാണ്. അപ്പം ജനങ്ങൾ വിഡ്ഢികളായോ? ജനങ്ങൾ തിരഞ്ഞെടുത്തത് ആരെയാണ്? BJP ആണ് തിരഞ്ഞെടുത്തത്, NDA സഖ്യത്തിനാണ് തിരഞ്ഞെടുത്തത്. അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യം അങ്ങോട്ട് വന്നു. ഇത് തന്നെയായിരിക്കും എല്ലായിടത്തും നടക്കാൻ പോകുന്നത്. ഇവരിൽ നിന്ന് നമുക്ക് രക്ഷ വേണം, നമ്മുടെ കുട്ടികൾക്ക് രക്ഷ വേണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമുള്ള ഒരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും നമ്മുടെ കാര്യം ഇല്ലെങ്കിൽ നമ്മളുടെ താല്പര്യം, നമ്മളുടെ രാഷ്ട്രീയം ഇത് പറഞ്ഞെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇന്ത്യ ലൈവിനെ പിന്തുണയ്ക്കുക, ഇന്ത്യ ലൈവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.